ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 വർഷത്തിലെ സ്വാതന്ത്ര്യദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? 1947 ആഗസ്റ്റ് 15-നാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ആഗസ്റ്റ് 15-നാണ്. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവ്? മഹാത്മാഗാന്ധി അല്ലേ? നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എല്ലാവർക്കും അറിയാലോ, മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ ഗാനം ഏത്? നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണനമന അല്ലേ? നമ്മുടെ ദേശീയ ഗാനം ജനഗണനമന. അടുത്തത് ആറാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ദേശീയ ഗാനം രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം ജനഗണമനയാണ്, അത് രചിച്ചുള്ളത് രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ ഗീതം ഏത്? ഏതാണ് ദേശീയ ഗീതം? വന്ദേ മാതരം അല്ലേ? ദേശീയ ഗീതം വന്ദേ മാതരമാണ്. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത്. അടുത്തത് ഒൻപതാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ ചിഹ്നം ഏതാണ്? നമ്മുടെ ദേശീയ ചിഹ്നം ഏതാണ്? അശോക സ്തംഭമാണ് കേട്ടോ. അശോക സ്തംഭമാണ് നമ്മുടെ ദേശീയ ചിഹ്നം. അടുത്തത് പത്താമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാക അല്ലേ? നമ്മുടെ ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാക. 11ാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ. 12ാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? സുബ്ബറാവു ആണ് അല്ലേ? സുബ്ബറാവു ആണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയിട്ടുള്ളത്. 13ാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം നടന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 14ാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിപായി ലഹള. ആൻസർ ശിപായി ലഹള എന്ന പേരിലാണ് 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത്. അടുത്തത് 15ാമത്തെ ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം. 16ാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡി നടന്നത് എന്നാണ്? വാഗൺ ട്രാജഡി നടന്നത് എന്നാണ്? 1921 നവംബർ 10 കേട്ടോ. ആൻസർ 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നിട്ടുള്ളത്. അടുത്തത് 17ാമത്തെ ചോദ്യം, ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന്? ദണ്ഡി യാത്ര എന്നാണ് ഗാന്ധിജി ആരംഭിച്ചത്? 1930 മാർച്ച് 12 കേട്ടോ. 1930 മാർച്ച് 12 ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ദണ്ഡി യാത്ര ആരംഭിച്ചിട്ടുള്ളത്.
18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ്? സ്വാതന്ത്ര്യ ദിനത്തിൽ ആഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ്? ചെങ്കോട്ടയിലാണ് കേട്ടോ. എവിടെയാണ്? ചെങ്കോട്ടയിലാണ്. അടുത്തത് 19ാമത്തെ ചോദ്യം, സാറേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? സാറേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇഖ്ബാലാണ് കേട്ടോ. മുഹമ്മദ് ഇഖ്ബാലാണ് സാറേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചിട്ടുള്ളത്. 20ാമത്തെ ചോദ്യം, ജയ് ഹിന്ദ് എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? ജയ് ഹിന്ദ് എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.